നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പം കേരള രാഷ്ട്രീയം ഒന്നാകെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് PM ശ്രീ. കാരണം നമുക്കറിയാം UDF സർക്കാർ ഈ പറഞ്ഞ പോലെ LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ സാധനം പാതിരാത്രി ആരും അറിയാണ്ട് മൂന്ന് ആൾക്കാരെ മാത്രം അറിഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രി, പിന്നെ പാർലമെന്റിലെ ഒരു MP, ഇവർ 3 പേരും ജോൺ ബ്രിട്ടാസിനെയാണ് അന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു അംഗം പറഞ്ഞത്. ജോൺ ബ്രിട്ടാസാണ് ഇതിൽ പാലം വെച്ച് തന്നത്. കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെ ഇടയിൽ പാലായിരുന്നത് ജോൺ ബ്രിട്ടാസ് ആണ്. അങ്ങനെയാണ് PM ശ്രീ ഒപ്പിട്ടത് എന്നുള്ള കാര്യം അന്ന് ആ മന്ത്രിസഭയിൽ നിന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞതാണ്. അപ്പം ഇത് ഒപ്പിട്ടത് എന്തായാലും CPM ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ മുമ്പിലുള്ളത് ഇപ്പോൾ ദേശാഭിമാനിയാണ്. ഊന്നി പറയണം, ഒപ്പിട്ടത് മാത്രമല്ല തർക്കം, ഒപ്പിട്ട രീതിയെക്കുറിച്ച് തർക്കമുണ്ട്. അതെ. അപ്പം ഇന്ന് ദേശാഭിമാനി കൊടുത്തൊരു ഹെഡിങ് ഉണ്ട് പ്രധാനപ്പെട്ട. ഇന്നിപ്പോ 18-ാം തീയതി UDF RSSന് കീഴടങ്ങി, PM ശ്രീക്ക് പച്ചക്കൊടി, പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം, അധികാരത്തിൽ വന്നാൽ PM ശ്രീ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ സതീശനും കടലിലെറിയുമെന്ന് പറഞ്ഞ ലീഗ് നേതാക്കളും മലക്കം മറിഞ്ഞു. ഇതാണ് ഇന്നത്തെ എന്താ പറയാ ദേശാഭിമാനിയുടെ, അതായത് CPMന്റെ ഔദ്യോഗിക പത്രത്തിന്റെ നിലപാട്. പക്ഷെ ഇതേ നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഇത് ഒപ്പിട്ടത് ആരാണെന്നുള്ളത്. അന്നത് ഒപ്പിട്ടത് ഈ പറഞ്ഞ പോലെ അന്നത്തെ മുഖ്യമന്ത്രിയും അതേപോലെ മന്ത്രിസഭയിൽ CPIയെ പോലും അറിയിക്കാണ്ടാണ് ഈ സാധനം ഒപ്പിട്ടത്. അപ്പം യഥാർത്ഥ ഈ മലക്കം മറിച്ചിൽ പറഞ്ഞത് CPM അല്ലേ? അല്ല, ആ ദേശാഭിമാനി നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകേണ്ട 2-3 കാര്യങ്ങൾ. സതീശനും പിണറായി വിജയനും തമ്മിൽ എന്താ വ്യത്യാസം, അല്ല വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്താണ് സാമ്യം? PM ശ്രീ പദ്ധതി വേണോ വേണ്ടിയോ, അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളതിനെ കുറിച്ച് പദ്ധതി വേണോ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം എന്താ എന്നുള്ളതിനെ PM ശ്രീ പദ്ധതി വേണോ വേണ്ടയോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയത്തില്ല. ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു പദ്ധതി ഒപ്പിടുകയാണ്. ആ പദ്ധതി ഒപ്പിടുമ്പോൾ ജനങ്ങളെ മാത്രമല്ല ഇവർ ഇരുട്ടിൽ നിർത്തിയത്, പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽപ്പെട്ട മറ്റ് മന്ത്രിസഭാംഗങ്ങൾ, ശിവൻകുട്ടി ഒഴികെയുള്ള മന്ത്രിമാർക്കും അറിയത്തില്ല, പാർട്ടി സെക്രട്ടറിക്ക് അറിയാവുന്നറിയത്തില്ല. പാർട്ടി കമ്മിറ്റിയിലോ യാതൊരു ചർച്ചകളും നടക്കാതെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ബ്രിട്ടാസിനെയും കൂട്ടിക്കൊണ്ടുപോയി മോഡിയും അമിത്ഷായും കാണിച്ച പേപ്പറുകളെല്ലാം പണ്ട് ശിവശങ്കരൻ പറഞ്ഞ പോലെ, ഞാൻ കൊടുക്കുന്ന ഏത് പേപ്പറിലും പിണറായി വിജയൻ ഒപ്പിടും എന്ന് പറഞ്ഞ പോലെ അമിത്ഷാ കാണിക്കുന്ന ഏത് പേപ്പറിലും ഒപ്പിടാൻ തയ്യാറായിട്ടാണ് ആര് പോയത്? പിണറായി വിജയൻ അല്ലെങ്കിൽ ശിവൻകുട്ടിയെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്ധമായി അല്ല, മോഡി ഭയം കൊണ്ടോ മോഡി ഭക്തി കൊണ്ടോ മോഡി ആരാധന കൊണ്ടായിരിക്കുക ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുകയും അതിന് ബോണസായി കിട്ടിയ കുറച്ച് കാശ് സർക്കാരിലേക്ക് കൊണ്ടുവരികയും അത് ഉപയോഗിച്ച് വല്ല നവകേരള യാത്രയോ നവകേരള സദസ്സോ ഒക്കെ നടത്താനുള്ള വാഹനയാത്രയോ ഹെലികോപ്റ്റർ വാടകയൊക്കെ കൊടുക്കാൻ കുറച്ച് കാശ് അത്യാവശ്യം കിട്ടി. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ആ ദേശാഭിമാനി വാർത്തയിൽ അതിൻ്റെ വീണ്ടും ഒരു കണ്ടിന്യൂഷൻ കൂടി ഉണ്ട്. LDF നടപ്പാക്കാതെ പിന്മാറി എന്ന് പറയുന്നുണ്ട്. അതൊരു കൗതുകമുള്ള കഥ. അതിൻ്റെ വലത്തുവശത്ത് തന്നെ ആ ഫ്രണ്ട് പേജിൽ തന്നെ ലാസ്റ്റ് കോളത്തിലുണ്ട്, LDF നടപ്പാക്കാതെ പിന്മാറിയ പദ്ധതിയാണ് ആര്, എന്തുകൊണ്ടാണ് LDF നടപ്പാക്കാതെ പിന്മാറിയത്, ആരാണ് നടപ്പാക്കണമെന്ന് വാശി പിടിച്ചത്. പിണറായി വിജയൻ അവതരിപ്പിക്കുന്നു, അല്ലെ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നു, പുഷ് ചെയ്യുന്നു, ശിവൻകുട്ടി അവിടെ പോയി ഒപ്പിട്ടു, കാശ് മേടിച്ച് വരുന്നു. ബ്രിട്ടാസ് ഇടനിലക്കാരൻ, BJP-കാരും BJP ഗഡ്കരി ഉൾപ്പെടെയുള്ള MP-മാരും ബ്രിട്ടാസിനെ വാനോളം പുകഴ്ത്തുന്നു. ഒരു പാലമാണ് പിണറായി വിജയനും ഞങ്ങൾക്കും മധ്യയുള്ള പാലമാണ് ബ്രിട്ടാസ്. അപ്പോൾ ആദ്യം ബ്രിട്ടാസിനെ തള്ളിപ്പറയണ്ടേ? ഈ ചതി ആദ്യം ചെയ്തുതരാ പിണറായി വിജയൻ്റെ സമൂഹത്തോടെ ബ്രിട്ടാസിൻ്റെ മധ്യസ്ഥതയിൽ നടന്നൊരു ചതിയാണെങ്കിൽ അത് തീരുമാനിക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. ആണെങ്കിൽ ശരിക്കും CPM അല്ലേ ഇപ്പോൾ വീട്ടിലായിരിക്കുന്നത്. ഞാൻ ഈ വിഷയം വേറെ രീതിയിൽ കാണും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, 2 പാർട്ടിക്കാർക്കും CPI ഒഴികെ ഇരു മുന്നണികൾക്കും, CPM-നും കോൺഗ്രസിനും ലീഗിനും ഇതിൽ മലക്കമറിച്ചിലുണ്ടായിട്ടുണ്ട്. കാരണം CPM ആണെന്ന് ഭരണത്തിലിരിക്കുമ്പോൾ ഇതിൽ ഒപ്പിട്ടത്, പാതിരാത്രി പോയി ഒപ്പിട്ടത് അവരാണ്. അപ്പോൾ അവർക്കിത് പറയാനുള്ള അധികാരമല്ല എന്നുള്ളത് അവിടെ തെളിഞ്ഞു. കാരണം അവരാണ് ഈ സാധനം പോയി ഒപ്പിട്ടത്. രണ്ടാമത്തെ കാര്യം, അന്ന് ഈ ഇലക്ഷന് നേരിട്ടപ്പം UDF സർക്കാർ പറഞ്ഞൊരു കാര്യം, സതീശനും ലീഗ് അടക്കം പറഞ്ഞത്, ഇത് അവർ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയും, ഇതിനെ അംഗീകരിക്കും, കാവ്യവൽക്കരണത്തിന്റെ BJP-യുടെ പ്രധാന അജണ്ടയാണ് PM ശ്രീ എന്നുള്ളതാണ്. ഒരു വിധത്തിലും ഇത് കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഇതായിരുന്നു അന്ന് ലീഗിന്റെയും കോൺഗ്രസിന്റെയും VD സതീശന്റെയും നിലപാട്. ഭരണം മാറി, കാലം മാറി, സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. സതീശൻ മുഖ്യമന്ത്രി ആയെന്നല്ല, ഇപ്പൊ സതീശൻ പറയുന്നത് PM ശ്രീ ആയിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ 2 നിബന്ധനകൾ സതീശൻ പറഞ്ഞുള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ പോലെ സിലബസിൽ കൈകടത്താൻ കേന്ദ്രത്തിന് അനുവാദം കൊടുക്കില്ല.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PM ശ്രീ ഇവിടെ നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യം, ഏതൊക്കെ സ്കൂളിൽ ഈ സാധനം നടപ്പിലാക്കണം എന്നുള്ളത് അതും സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. അതിൽ കേന്ദ്രം ഇടപെടാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നടപ്പിലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്. പക്ഷെ അന്ന് ഇതൊന്നും പറഞ്ഞില്ല. അന്ന് എല്ലാവിധ നഖശിഖാന്തരം എതിർത്ത സതീശൻ. പക്ഷെ അന്ന് ഇതിൻ്റെ ഈ വിവരങ്ങൾ, ഇങ്ങനത്തെ വിവരങ്ങൾ ഉണ്ടെന്നുള്ള വിവരം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഇപ്പോഴല്ലേ അറിയാൻ പറ്റും. അന്ന് സതീശൻ്റെ ഈ ഫയലുകളൊന്നുമില്ല. ഒരു മനുഷ്യനെ പോലും കാണിക്കാതെ കൊണ്ടുപോയ ഫയലാണ്. അതിന് എന്തൊക്കെ ഈ വിഷയം ഇത്തരം ക്ലോസൊക്കെ അതിലുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിണറായി പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഈ രീതിയിലുള്ള ബില്ലാണെന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടോ? ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല. ഈ ബില്ല് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇത് ഇവർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ബാക്കി പല സംസ്ഥാനങ്ങളും ഓൾറെഡി ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം സെക്യുലർ ഇവർ പുറത്തു വിട്ടിട്ടുണ്ട്, സർക്കുലർ. ഇതിൽ എന്തൊക്കെയാണ് ക്ലോസ് വെച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് സാധനം നടപ്പാക്കുന്നത് എന്നുള്ളത്. അപ്പം അത് പൊതുമധ്യത്തിൽ അവൈലബിൾ ആണ്. അത് ഒന്നിരിക്കെ പിന്നീട് CPM ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ചോദിക്കേണ്ട ആവശ്യമില്ല. CPM ഇത് പൈലറ്റ് ചെയ്തത്, ഈ ബില്ല് പൈലറ്റ് ചെയ്തത്, ഈ നയ പോളിസി MOU ഒപ്പിടാനുള്ള നീക്കങ്ങൾ നടത്തി പൈലറ്റ് ചെയ്തത് CPM ആണ്. ഇതിനകത്ത് ഹിഡൻ എഗ്രിമെന്റുകൾ വേറെ കാണും. അന്നിപ്പോൾ പുറത്ത് വന്നിട്ടില്ല. പിന്നെ രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ്റായിട്ട് ഒരു ഗവൺമെൻറ് ഒപ്പിട്ടിരിക്കുകയാണ്, ഔട്ട് ഗോയിങ് ഗവൺമെൻറ് ഒപ്പിട്ടിരിക്കുകയാണ്. ഓൾ ഓഫ് എ സഡൻ അത് പിൻവലിക്കാൻ പറ്റുമെന്ന് എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ നിയമപരമായ കുറച്ച് വശങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ പൈസ കൈപ്പറ്റി. ഇവിടെ പ്രശ്നം വരുന്ന അതിൻ്റെ പേരിൽ മോണിറ്ററി ബെനിഫിറ്റ് കേരള ഗവൺമെൻറ് ഉണ്ടായി. ആ ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിലാണ് പൈസ കിട്ടിയിരിക്കുന്നത്. എനിക്കത് നിങ്ങൾക്ക് അറിയാവോ? ഈ വിശദ വിവരങ്ങൾ എന്തുകൊണ്ട് പിണറായി വിജയന് മാധ്യമങ്ങളോട് പറഞ്ഞുകൂടാ? ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് അതിന്റെ പേരിൽ ഞങ്ങൾ നയാ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നുള്ള. പക്ഷെ ഇന്നലെ ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ രണ്ടും കോൺട്രാഡിക്റ്റ് ആണ്. അല്ല, കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന അത് അതിന്റെ രേഖകൾ ഇവരുടെ കയ്യിലുണ്ടല്ലോ. ഇത് നാളെ ഇത് പിണറായി വിജയൻ്റെ കയ്യിൽ ഇതിന് എന്താ സംഭവിച്ചെന്നുള്ള മുഴുവൻ വിവരങ്ങൾ അറിയാവുന്ന ഏക മനുഷ്യൻ ശിവൻകുട്ടിക്ക് പോലും അറിയണമെന്നില്ല. ശിവൻകുട്ടി ഇങ്ങനെ കണ്ണൊക്കെ അടച്ചു പോയി ഇവിടെ ഇങ്ങനെ കയ്യൊപ്പാണോ ഒപ്പിട്ടിരിക്കുന്നവരും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയാകാം. അതിന് പിണറായി വിജയൻ അറിയാം എന്താ സംഭവിച്ചിരിക്കണമെന്ന്. ഇനിയും ഇതിൻ്റെ പേര് പൈസ കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഇത് നമുക്ക് അർഹതപ്പെട്ട പൈസയാണ്, ഇത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, ഇത് കിട്ടണം. പിന്നെ എഡ്യൂക്കേഷൻ പോളിസി കോമൺ ആയിട്ടുണ്ടാകുമ്പോൾ ഒത്തിരി സ്റ്റേറ്റ് ഗവൺമെൻറ് തൻ്റെ അടുത്തോടെ നിന്നില്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ പോളിസി വെള്ളത്തിലാവും. ഉറപ്പാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ പല സംഭവങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പം കണ്ണൂർ സർവകലാശാലയിൽ എങ്ങനെയാണ് ഒരു വൈസ് ചാൻസലറെ നിയമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടതുപക്ഷ വൈസ് ചാൻസലറെ നിയമിച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ടായി. എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം പഠിപ്പിക്കാൻ തുടങ്ങിയ എവിടെയാണ്? കണ്ണൂർ സർവകലാശാല. അപ്പം BJPയുടെ നയങ്ങൾ നടപ്പാക്കുന്നതിൽ ഇടതുപക്ഷത്തിന് യാതൊരു വിരോധവും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഇതിലെ അപകടം എന്തെന്ന് ഏറെക്കുറെ പുറമേയുള്ള നിന്ന് നോക്കുമ്പോൾ കാണുന്ന അപകടം, കേന്ദ്ര ഗവൺമെൻറ്റിനെ വഴങ്ങിക്കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, ഈ അപകടം കണ്ടുകൊണ്ട് ലീഗും കോൺഗ്രസും ഒക്കെ സ്ട്രോങ് ആയിട്ട് അതിനെ എതിർത്തു. അത് കഴിഞ്ഞിട്ട് മാത്രമാണ്. അപ്പോഴും പിണറായി വിജയനൊന്നും വേണ്ടിയിട്ടില്ല. ഇവരുടെ എതിർപ്പുണ്ടായപ്പോഴും പിണറായി വിജയൻ സൈലൻ്റ് ആയിരുന്നു. ഞങ്ങൾ നടപ്പാക്കുമെന്ന് തന്നെ പറഞ്ഞു. കേരളയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ അതേ വാശിക്ക് പറഞ്ഞ് ഇത് നടപ്പാക്കും, ഞാൻ ഒപ്പിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ അവസാനം CPI മസിൽ പിടിച്ചപ്പോഴാണ് ഞങ്ങളിലില്ല, ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് പോലും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത്ര ഒരു ആഭ്യന്തര കുഴപ്പം ഈ മുന്നണിയിൽ ഉണ്ടാകണ്ടെന്ന് വെച്ചാണ് അത് പിന്മാറാൻ തീരുമാനിച്ചു. ഞങ്ങൾ പിന്മാറി എന്ന് പറഞ്ഞിട്ടില്ല, പിന്മാറാൻ പിന്മാറുന്നവർക്ക് പറയാൻ പറ്റുമോ? താൽക്കാലികമായി മരവിപ്പിച്ചു എന്നുള്ള താൽക്കാലികമായി അതിനെയാണ് ആരായാലും അവിടം വരെ എത്തിച്ചേരാം. നമ്മളൊരു പാലത്തിന് നടുക്കെത്തി, അപ്പുറം എത്തണം. കാറ്റ് വരെ എന്ത് ചെയ്യണം? നമ്മളെ പുഷ് ചെയ്ത് പോയ ഒരുത്തനുണ്ട്. ആരാ അവിടം വരെ ഇവരെ കൊണ്ട് എത്തിച്ച്? കേരള ഗവൺമെൻറ്റിനെ ഈ ലെവലിൽ വരെ കൊണ്ട് എത്തിച്ച് പിണറായിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സതീശൻ കുറ്റവാളിയാണെങ്കിൽ, ഈ നടപ്പാക്കുമ്പോൾ സതീശൻ കുറ്റവാളിയാണെങ്കിൽ അതിനേക്കാൾ വലിയ കുറ്റവാളി ആരാ? പിണറായി ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി ഒന്നും പറയണ്ട, പാവം. അതിൽ കൂടുതൽ വില ശിവൻകുട്ടിക്ക് കൊടുക്കണ്ട. പിണറായി പറഞ്ഞ കേട്ടു ഒപ്പിട്ടു, അത്രേ ഉള്ളൂ. ഞാൻ ഈ വിഷയത്തിൽ രണ്ട് സർക്കാരിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന നിലപാടാണ് എനിക്കുള്ളത്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അന്ന് പറഞ്ഞ നിലപാടല്ല ഇന്ന് സതീശൻ പറയുന്നത്. അന്നെടുത്ത നിലപാടല്ല ഇന്ന് ലീഗ് പറയുന്നത്. ലീഗ് മലക്കം പറഞ്ഞു. ലീഗ് ഇപ്പം ഒരാഴ്ച മുമ്പേ PK നവാസ് ലീഗിന്റെ MSFന്റെ അധ്യക്ഷൻ പറഞ്ഞ കാര്യം, മുൻ അധ്യക്ഷൻ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ പോലെ ലീഗ് ഒരു കാരണവശാലും ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ലീഗിന് യൂത്ത് ലീഗുകാർ ലീഗിന് വാണിംഗ് കൊടുത്തു, ഇതിവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അവരുടെ വിദ്യാർത്ഥി സംഘടന, അവരെ മുതിർന്ന സംഘടനക്കാണ് വാണിംഗ് കൊടുത്തത്, ഇതിവിടെ നടപ്പാക്കാൻ പാടില്ല. അപ്പൊ അന്ന് അതിന് മറുപടിയായിട്ട് ശംസുദ്ദീൻ പറഞ്ഞത്, നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി MSFലൂടെ വളർന്നു വന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഇതിവിടെ നടപ്പാക്കില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം മലക്കം പറഞ്ഞു. ഇപ്പൊ ലീഗ് മിണ്ടുന്നില്ല, MSF മിണ്ടുന്നില്ല, അവരൊക്കെ മലക്കം പറഞ്ഞു. അപ്പൊ ഇതില് ഒരു പരിധി വരെ CPM പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം മലക്കം പറഞ്ഞു. കോൺഗ്രസ് ആയാലും VD സതീശനായാലും ലീഗ് ആയാലും വിഷയത്തിൽ മലക്കം പറഞ്ഞു പറയാം. അതെ, ഞങ്ങളെ പോലെ
ഞങ്ങളെ പോലെ അവരും മലക്കം പറഞ്ഞു. ടൈറ്റിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ടൈറ്റിൽ LDF പാതയിൽ UDF. അതെ, LDF. ഇവർ ഞങ്ങളിത് പിന്മാറുന്നവർക്ക് ഇതുവരെ പിന്മാറിയിട്ടില്ലല്ലോ, മരവിപ്പിക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്മാറിയ ഒരു കാര്യമാണ് റീഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇതെന്താ ഇതിൻ്റെ യഥാർത്ഥ പൊസിഷൻ നിങ്ങൾക്കറിയാമോ? ഏതാണ് അതിൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ലീഗൽ അവസാന ഈ ഫയലിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? എന്താ ഇപ്പോൾ സതീശൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഒപ്പിട്ട സാധനം നമുക്ക് പിന്മാറാൻ പറ്റില്ല എന്നുള്ളതാണ് സതീശൻ പറയുന്നത്. ലീഗലായിട്ട് അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷേ ഇന്നലെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള തരത്തിലാണ് കേന്ദ്രം ഇന്നലെ പറഞ്ഞത്. ഇതുമായിട്ട് പോകുന്നതാണ് ഈ പറയുന്ന വ്യവസ്ഥകൾ കേരള ഗവൺമെൻറ് അതിൻ്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എതിർക്കുമെന്ന് പറയുന്നുണ്ടോ? സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന വ്യവസ്ഥയിലെ നമ്മൾ അംഗീകരിക്കുള്ളൂ, ആ വ്യവസ്ഥകൾ അംഗീകരിക്കുക എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? അതുവരെ നമുക്ക് കാത്തിരിക്കണ്ടേ? ഏത് രീതിയിലാണ് നടപ്പാക്കാൻ പോകുന്നത് അറിയണമല്ലോ. എന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ പറയാൻ പറ്റിയില്ല എന്നുള്ള എൻ്റെ ചോദ്യം. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ആദ്യം തന്നെ ഒപ്പിട്ട പാർട്ടി എന്നുള്ളതിൽ ഇങ്ങനത്തെ ചില വ്യവസ്ഥകളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒപ്പിട്ടെന്ന് പറയാമായിരുന്നല്ലോ പിണറായി വിജയനും. അതുപോലെ ഇതേ ന്യായീകരണം പിണറായി വിജയനും പറയാമായിരുന്നു. എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയാൻ പറ്റിയില്ല? അവിടെയാണ് BJPയോടുള്ള ബന്ധം എന്ന് പറയുന്ന വാക്ക് ശരിയല്ല, വിധേയത്വം ഇവർക്കാ കൂടുതൽ. ആർക്ക്? പിണറായി വിജയനും ശിവൻകുട്ടിക്കുമായിരുന്നു BJPയോട് വിധേയത്വം. സതീശന് അത്ര വിധേയത്വം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ ആ കാര്യം പറഞ്ഞു. അല്ലെ പിണറായിക്ക് പറയായിരുന്നല്ലോ, കാശൊക്കെ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് പറയാം ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയത്തില്ലേ? എന്തായാലും മുന്നണികളുടെ ഉത്തരവാദിയാണ് CPI ഒഴികെ. അത് രാഷ്ട്രീയമായ നിലപാടിൽ ഈ കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തമായ നിലപാടെടുത്ത ഏക കക്ഷി CPI മാത്രമാണ്. അത് അന്നും ഇന്നും എന്നും അവരെ വിഷയം മാറിയിട്ടില്ല. അത് അവര് CPM അടിക്കാനുള്ള വടിയായിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നമുക്ക് CPI അംഗീകരിക്കാണ്ടിരിക്കാനും പറ്റില്ല. ഈ വിഷയം അല്ല, നമ്മൾ അങ്ങനെ നമ്മുടെ ചർച്ചകളൊക്കെ അങ്ങനെ പറ്റുള്ളൂ. ഓരോ വിഷയത്തിനും അതിൻ്റെതായ മെറിറ്റ് ഉണ്ട്, ഡിമെറിറ്റ് ഉണ്ട്. മെറിറ്റ് ഉള്ളതിന് നമുക്ക് അംഗീകരിക്കുന്ന നമുക്കെന്നാ ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ടെന്നാന്നേ? ഈ സംഭവം ഇത് എങ്ങനെ നടപ്പാക്കാൻ ഇപ്പം ഈ പറഞ്ഞ എനിക്കറിയത്തില്ല, എനിക്ക് അതിൻ്റെ വിശദാംശമൊന്നും അറിയത്തില്ല. ഇത് നടപ്പാക്കാൻ പോയുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. വിദ്യാഭ്യാസങ്ങളുടെ എന്ത് മെച്ചം ഉണ്ടാകുമെന്ന് അറിയാൻ മേല. ഈ പരിഷ്കാരം കൊണ്ടാണോ ഇന്ത്യ നന്നാകാൻ പോകുന്നത് എനിക്കറിയത്തില്ല. വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല. ഇത് ഇപ്പോൾ ഇവിടെ പരീക്ഷ നടത്താൻ പറ്റാത്തവരാണ്. വിചാരിക്കണം, നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനും മറ്റേ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള നടത്താൻ പറ്റാത്തൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് ഈ വലിയ പരിഷ്കാരങ്ങളുടെ. PM ശ്രീയുടെ പിന്നിൽ എന്തായാലും BJPയുടെ കളിയുണ്ട്. കാരണം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രകാരം അവർ സിലബസ് പാറ്റേൺ അവർ തയ്യാറാക്കും. ഇപ്പോൾ നമ്മൾ കണ്ടതായിരുന്നു, മറ്റേ ഡാൻസിങ് ഡേയുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തതായിരുന്നു. BJP വന്നതിന് ശേഷം എങ്ങനെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് എന്നുള്ള സാധനം നമ്മൾ അതിന് പ്രത്യക്ഷമായ തെളിവാണ്. അതിനുശേഷം സവർക്കറെ ഗാന്ധിജി, ഗുജറാത്തിലൊരു PSC ചോദ്യം ഉണ്ടായിരുന്നു, ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം. അവിടെ ഒന്നുമല്ല, ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ചോദ്യം വളരെ കൃത്യം. PSCയെ പോലത്തെ അവിടുത്തെ PSC ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ വിദ്യാഭ്യാസ മന്ത്രാലയം മുഴുവനായിട്ട് ഇപ്പം അതൊരു എന്താ പറയുക, ഇരു സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട്, സംസ്ഥാനത്തും ഉണ്ട്. കൺകറന്റ് ലിസ്റ്റാണ് നിലവിൽ വിദ്യാഭ്യാസം. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനും ഉണ്ട്. പക്ഷേ ഇത് മുഴുവനായിട്ടും യൂണിയന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗാന്ധിജി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അവരെ ഹിന്ദുത്വ ഐഡിയോളജി, ഗാന്ധിജിയെ എന്താ പറയുക കൊന്നതല്ല ആത്മഹത്യ ചെയ്തതാണെന്നുള്ള തരത്തിൽ പല കാര്യങ്ങളും അവർക്ക് പറയാനുണ്ടാവും. ഇതൊക്കെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അടുത്ത പാഠപുസ്തകത്തിൽ ഗാന്ധിജി ഗോഡ്സെക്ക് കൊട്ടേഷൻ, ഗാന്ധി തന്നെ കൊട്ടേഷൻ കൊടുത്തു, ഗാന്ധിയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് വരെ പറയാൻ BJP മടി കാണിക്കില്ല. കാരണം BJP ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഭയപ്പെടുന്ന മറ്റാരെയല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, കോടതിയല്ല. കോടതിയൊക്കെ നമുക്കറിയാം, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനല്ല, പോലീസിനെയല്ല, പട്ടാളത്തെയല്ല, ഭയപ്പെടുന്ന മനുഷ്യൻ ഗാന്ധിയാണ്. ഗാന്ധിയുടെ ഏതെല്ലാം ഇമേജസ് ഇല്ലാതാക്കാൻ പറ്റുമോ അതെല്ലാം നോക്കും, ഉറപ്പായിട്ട് നോക്കും. കാരണം ഗാന്ധി ഇവർക്കൊരു തടസ്സമാണ്. ലോകത്തിലെ എല്ലാ സ്വേച്ഛാധിപതിക്കും എല്ലാ ഫാസിസ്റ്റ് ചിന്താഗതിക്കാർക്കും ഒരു തടസ്സം വെല്ലുവിളിച്ച് തന്ന ആൾ ഗാന്ധി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് പോലും ആയുധം വേണ്ടെന്ന് പറഞ്ഞ ഗാന്ധിയാണ്, അത് മറക്കരുത്. ആ ഗാന്ധി ഇവർ ഭയപ്പെടുന്നു. പക്ഷെ ഇവിടെ ഈ ദേശാഭിമാനിയുടെ രണ്ട് വാർത്തയാണ്, ഇവർ ഭയങ്കര കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ പദ്ധതി UDF നടപ്പാക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ പിൻവലിച്ചു എന്ന് സൈഡിൽ കൊണ്ടോ പറഞ്ഞിട്ടുണ്ട്. LDF ഇവിടെയായിരുന്നു ഈ വാർത്ത വരേണ്ടിയിരുന്നത്, എവിടെയായിരുന്നു? ഏറ്റവും ടോപ്പിൽ തന്നെ പറയുന്നുണ്ട്, LDF പിന്മാറിയ സ്ഥലത്ത് UDF കീഴടങ്ങി. അത് പറഞ്ഞാൽ ഇവിടെ അതിന് വരെ അതൊരു ചെറിയ കോളത്തിൽ സൈഡിലിട്ടിട്ടുണ്ട്. എങ്ങനെ എന്തായാലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ്. എല്ലാവർക്കും പൈസ കണ്ട മഞ്ഞളിക്കാത്ത കണ്ണുകളില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ PM ശ്രീയുടെ പദ്ധതി. കാരണം പൈസ വന്നതിന് ശേഷമാണ് കോൺഗ്രസ് മലക്കം പറയുന്നു, ഇപ്പൊ CPM മലക്കം പറയുന്നു, ലീഗ് മലക്കം പറയുന്നു. ഇതിന്റെ ഇനിയും പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇനിയും കിട്ടാണ്ട് ബാക്കി പൈസ. ഈ പൈസ കിട്ടിയതിന് ഇതിന്റെ പൈസ അല്ല എന്നാണ് V ശിവൻകുട്ടിയും പറയുന്നത്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നത്. പക്ഷെ അതല്ല,
ഇതിന്റെ ഭാഗമായിട്ടാണ് പൈസ വാങ്ങിയത് എന്നുള്ളതാണ് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത്. അതൊരു കോൺട്രാഡിക്റ്റ് ആണ്. അത് ഡൽഹി വണ്ടിക്കൂലി പട്ടച്ചെലവിന് കാശ് കൊടുത്തു അവിടെ ചെന്നപ്പോൾ. ശിവൻകുട്ടി അവിടെ വരെ വിമാനത്തിലൊക്കെ പോയില്ലേ, കേരളത്തിന് കുറച്ച് കാശ് മുടക്കണം പിടിച്ച പട്ടച്ചെലവിന് 100 രൂപ ഇട്ട് പോക്കറ്റ് ഇട്ട് കൊടുത്ത ആ രീതിയിലാണ് ഇവർ പറയുന്നത്. മോഡിക്ക് വെറുതെ കാശ് തന്നു, ഇത്രയും തന്നു, ഇത്ര നിസ്സാരമായിട്ടാണ് പറയുന്നതറിയോ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടിനും കാരണക്കാരൻ കേന്ദ്ര ഗവൺമെൻറ്. അത് ശരിയാണ്, കുറേ ശരിയാണ്. പക്ഷെ അവരിൽ നിന്നത് മേടിച്ചെടുക്കാനുള്ള മാർഗം നോക്കുന്നില്ലെന്നേ. അവർക്ക് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള എക്സ്ക്യൂസ് കൊടുക്കുക ഓരോ സംഭവത്തിലും. ഇവരുടെ 10,000 അല്ല 1000 കോടി രൂപ കൊടുത്തെങ്കിൽ 1000 കോടി എങ്ങനെ ചിലവാക്കുന്നൊരു കണക്കം കൊടുക്കണം. അത് കൊടുക്കുകയില്ല. അടുത്ത ചോദിക്കുമ്പോൾ തരികയില്ല, മറ്റേ കണക്കും കൊണ്ടുവരാൻ പറയും. കാരണം അവരൊരു കാരണം നോക്കിയിരിക്കുക. എന്ത് പറഞ്ഞാൽ ഇവർക്ക് തരാതിരിക്കാൻ പറ്റുന്നെന്ന്, കേരളത്തിന് കൊടുക്കാതിരിക്കാൻ ന്യായം നോക്കിയിരിക്കുന്നതിന് അവൻ ചോദിച്ച കണക്ക് കൊടുത്തില്ല. എങ്ങനെ ചിലവായി കഴിഞ്ഞ പണി അത് അവർക്ക് എളുപ്പമല്ലേ കേന്ദ്ര ഗവൺമെൻറ് തരാതിരിക്കാൻ. അപ്പോൾ അങ്ങനത്തെ അതുപോലൊരു സംഭവമായിരുന്നു ഇത്. ഇതെന്നാ പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് പോയി ശിവൻകുട്ടിയെ കൊണ്ട് ഒപ്പിടിയിച്ചു. ശിവൻകുട്ടി നാളെ UDFൻ്റെയും LDFൻ്റെയും കൂടെ സംയുക്ത ഹീറോ ആവുമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ.